കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാതയുടെ ഭാഗമായി ഇരുഭാഗങ്ങളിലും റോഡ് നിർമ്മാണം തുടങ്ങി. തുരങ്കം ആരംഭിക്കുന്ന വയനാട് ഭാഗത്തെ കള്ളാടി മീനാക്ഷിയിലും കോഴിക്കോട് ഭാഗത്തെ മറിപ്പുഴയിലുമാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. മീനാക്ഷിയിൽ 300 മീറ്റർ ദൂരമാണ് തുരങ്കപാത നിർമ്മിക്കുന്ന പാറയുടെ അടുത്തേക്ക് റോഡ് നിർമ്മിക്കേണ്ടത്. മീനാക്ഷി പാലത്തിന് സമീപത്തു നിന്നും ഒരേ സമയം നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. നീക്കം ചെയ്യുന്ന മണ്ണ് നിർമ്മാണ സാമഗ്രികൾ നിക്ഷേപിക്കുന്ന സ്ഥലത്താണ് നിരത്തുന്നത്. 2 ഏക്കർ സ്ഥലമാണ് ഇത്തരത്തിൽ നിരത്തിയെടുക്കുന്നത്. വയനാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ ആദ്യവാരം തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച മുതലാണ് കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിച്ചത്. ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദുലീപ് ബിൽകോൺ കമ്പനിയാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂറ്റൻ യന്ത്ര സാമഗ്രികൾ റോഡ് മാർഗം എത്തിച്ചു. 100ഓളം തൊഴിലാളികളാണ് വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി താൽക്കാലിക ഷെൽട്ടർ ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ ഭാഗമായ മറിപ്പുഴ ഭാഗത്ത് പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇരുഭാഗത്തു നിന്നും ഒരേ സമയം തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. അടുത്ത മാസം അവസാനത്തോടെ തുരങ്കം നിർമ്മിക്കാനുള്ള കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കും. ജനുവരിയോടെ മാത്രമേ തുരങ്ക നിർമ്മാണം ആരംഭിക്കുകയുള്ളൂ. അതിനു മുൻപ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കും. മലബാറിന്റെ തന്നെ വലിയ വികസന കുതിപ്പിന് കാരണമാകുന്നതാണ് തുരങ്കപാത. താമരശ്ശേരി ചുരത്തിന് ബദലായി ആവിഷ്കരിച്ച തുരങ്കപാത 2030ഓടെയാണ് നിർമ്മാണം പൂർത്തിയാവുക. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.